പേൻ പിടിച്ചാൽ പിന്നെ മുട്ട ഇടിക്കാനേ പറ്റത്തുള്ളൂ. ഈ വാലിട്ടടിക്കുമ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേ ടു ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ വാലിൽ ഭയങ്കരമായിട്ടുള്ള പേനിൻ്റെ ശല്യം, വാലിലും കണ്ണിലും അതേപോലെ ചെവിയിലെല്ലാം ഭയങ്കരമായ ശല്യം. അന്നേരം അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങൾക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ വീട്ടിൽ മൊത്തത്തിൽ 4 പശുക്കളാണുള്ളത്. അതിൽ ഈ പശുവിനെയാണ് നമ്മൾ അവസാനമായിട്ട് വാങ്ങിച്ചത്. പക്ഷെ അന്നേരം ഒന്നും ഇത്രയും പേനിൻ്റെ ശല്യം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. വാലിൽ അങ്ങും ഇങ്ങുമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അമ്മ പച്ചക്കർപ്പൂരവും അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ തേക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഈ കണ്ണ് നിറയെ പേൻ ഇങ്ങനെ പെരുകിയിരിക്കുകയാണ്. അതിനെ എങ്ങനെയൊക്കെ എടുത്ത് കളയാമെന്ന് അറിയാമല്ലോ. പെയിൻ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. കണ്ണിൻ്റെ പീളി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് അതിനെ വലിച്ചു പറിച്ച് കളയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, എന്നാൽ പെയിൻ ജീപ്പ് എടുത്തിട്ട് നമുക്കതിനെ കുറേശ്ശെ ചീകി ഒരു വെള്ള പേപ്പറിലേക്ക് മാറ്റി വെക്കാം. താഴെ ഇടരുത്. നമ്മൾ ഈ പെയിനിനെ ചീകി താഴെ വീണ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് അടുത്തുള്ള പശുവിലേക്ക് ഇഴഞ്ഞു പോവും. ഇതിനെ കൊല്ലാൻ തന്നെ ഭയങ്കര പാടാണ്. നല്ല കട്ടിയുള്ള ശരീരപ്രകൃതമാണ് ഈ പേനിൻ്റെത്. നല്ല ഹാർഡാണ്. നമ്മൾ എത്ര ഞെക്കിയാലും അതിനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒരു കണ്ണ് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഞാൻ ചെവി നോക്കിയപ്പം ചെവിയുടെ സൈഡിൽ ഇതേപോലെ നല്ല വലിയ പെയിനിനെ നമുക്ക് കാണാൻ സാധിച്ചു. അന്നേരം ഈ ചോരയൊക്കെ കുടിച്ചിട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ഈ പെയിൻ. അത് ഈ പെയിൻ ജീപ്പിനകത്തോട്ട് തന്നെ കയറാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ ഒന്നും താഴെ പോകാത്ത രീതിയിൽ നമ്മളൊരു പേപ്പറിലേക്കാണ് ഇതിനെ മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം അറിയാം, നമുക്ക് ഈ കന്നുകാലികൾക്ക് പേനുണ്ടെങ്കിൽ പശു എപ്പോഴും അസ്വാഭാവികമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞും തൂത്തും ഒക്കെ ഇങ്ങനെ നിൽക്കും. അന്നേരം പശുവിൽ ഈ അയ വെട്ടുന്നതിൽ ശ്രദ്ധ കുറവ്, അത് പാലുൽപാദനത്തിനെയൊക്കെ ബാധിക്കും ഈ പെയിൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് രക്തം ഈ പെയിനുകൾ കുടിക്കും. പിന്നെ പശു ഇങ്ങനെ അതിൻ്റെ ശരീരങ്ങളിട്ട് ഉരച്ച് അവിടുത്തെ തൊലി പോകും, അവിടെ മുറിവാകും, പിന്നെ ഈച്ച മുട്ടയിടും. അങ്ങനെ ഈ പേനെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിപത്താണ്. അതേപോലെ തന്നെ വാലിൽ ഇഷ്ടം പോലെയാണ്. അത് ഒരു ലക്ഷക്കണക്കിന് മുട്ടയാണ് വാലിലിട്ട് വെച്ചിരിക്കുന്നത്. അതിനടിയിൽ വലിയ പേനുകളും ഉണ്ട്. അന്നേരം ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ എത്ര കണ്ട് നമുക്ക് പിച്ചിപ്പറിച്ച് കളയാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളൊരു ഇന്നത്തെ ഒരു മരുന്നുണ്ട്, അത് നമുക്ക് പ്രയോഗിക്കണം. അതിന് മുമ്പായിട്ട് കുറച്ചൊക്കെ നമുക്ക് ഈരി കളയണം. ഈ പെയിൻ ജീപ്പ് വെച്ച് കുറേ ഈരി, പക്ഷേ ഈ ചെട പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്കതിനെ മൊത്തത്തിൽ ഈരി കളയാൻ നമുക്ക് സാധിക്കത്തില്ല. അതായത് ഇച്ചിരി നീളമുള്ള ഹെയറാണ്. ജേഴ്സി പശു ആകുമ്പോൾ ഓൾമോസ്റ്റ് ഇച്ചിരി ഹെയറിന് നല്ല നീളമാണ്. ഇത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം. കണ്ടോ, പേനിങ്ങനെ അപ്പി അടഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുക. അടുത്ത് ഇങ്ങനെ പേൻ ഇരിക്കുക. ഞെരിച്ച് പൊട്ടിക്കാൻ നോക്കിയാലൊന്നും പൊട്ടത്തില്ല. പിന്നെ ഞങ്ങൾ കുറേ പേനിനെ ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്ത്, ഇത് കണ്ടോ പേനിൻ്റെ സൈസ് കണ്ട, ഹെവി സൈസ് പേനാണ്. ചെറുത് മുതൽ ഇതിനെക്കാട്ടി വലുതുണ്ട്. ഇതിനെല്ലാം ഒരുമിച്ചിട്ട് ഞങ്ങളൊരു കല്ലിനാണ് ഇടിച്ച് പൊട്ടിച്ച് കൊന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഈ പേൻ പെരുകാതിരിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ മരുന്നാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ഇത് അമിട്രാസ് ഡിപ്പ് കോൺസെൻട്രേറ്റ് ലിക്വിഡാണ്. ഇത് ഒരു 50 ml ഉള്ളൂ. ഇതിനൊരു 95 രൂപ വിലയാണ് വരുന്നത്. അത് ഹെവി പോയിസണാണ്. അന്നേരം നമ്മൾ കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി വെക്കുക. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു യെല്ലോ കളർ ലിക്വിഡാണ്. അതിനകത്തൊരു 10 ml എടുക്കുക. 10 ml എടുത്തതിന് ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടത്. നമ്മുടെ ദേഹത്തും കയ്യിലും ഒന്നും പെരളാതെ നമ്മളിത് സൂക്ഷിക്കണം. അന്നേരം മുഖത്തൊന്നും വീഴരുത്. പശുക്കളുടെ ഫുഡിനകത്ത് തീരെയും പോകരുത്. അത്രയ്ക്ക് സേഫായിട്ട് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ. അന്നേരം ഈ 10 ml ഉള്ള ഇത് ഇങ്ങോട്ട് ലിക്വിഡ് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ആ വെള്ളം നല്ല വൈറ്റ് കഞ്ഞി വെള്ളം പോലാകും. എന്നിട്ട് ഈ ലിക്വിഡ് നമ്മൾ വാലിൽ മുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു പശുവിന് മാത്രമല്ല, മറ്റുള്ള പശുക്കൾക്കും ഉണ്ട്. 3 പശുക്കൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം. അന്നേരം നമുക്ക് ഈ ലിക്വിഡ് എടുത്ത് വെച്ചിരിക്കുന്ന ഡപ്പയിൽ ഈ ലിക്വിഡ് കൃത്യമായിട്ട് ആ വാലിനകത്ത് മുക്കുക. ഒരു കാര്യം, നമ്മൾ പശുവിനെ പിന്നെ വാല് കടിക്കാനോ നക്കാനോ ഉള്ള ഇടമുണ്ടാക്കില്ല. അന്നേരം 2 കയർ കൊണ്ട് ബന്ധിപ്പിച്ച് എരുത്തിലിൽ കയറ്റി കിട്ടുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ പ്രയോഗിക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് പോയിസണാണ്. ഇന്നിപ്പോൾ വൈകിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇന്നൊരു രാത്രി ഫുള്ള് ഈ മരുന്ന് ആ വാലിൽ തന്നെ പിടിച്ചിരിക്കും. പിന്നെ നാളെ രാവിലെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ വാല് നല്ല രീതിയിൽ തേച്ച് കഴുകുക. എന്താണെന്ന് വെച്ചാൽ നാളെ രാവിലെ പശുവിനെ വെളിയിൽ ഇറക്കുമ്പോൾ അത് വായി വെച്ച് ഇത് നാക്ക് വെച്ചൊക്കെ നക്കി കഴിഞ്ഞാൽ അതിനകത്ത് പോയിസൺ ഉണ്ട്.
അതുകൊണ്ട് പേൻ ചാകുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിസനാണ്. അന്നേരം അറിയാം നമ്മുടെ മനുഷ്യ ശരീരത്താണേലും കന്നുകാലികളുടെ ശരീരത്താണേലും ഇത് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അന്നേരം നമുക്ക് ഇത് വാലിട്ടടിക്കും. അന്നേരം ശ്രദ്ധിച്ച് വേണം അത് മുക്കിയതിന് ശേഷം കുറച്ച് നേരം വാല് ഹോൾഡ് ചെയ്ത് വെക്കുക. അന്നേരം നമ്മൾ ഒന്നല്ല 3 പശുക്കളുടെയും വലിയ 3 പശുക്കളുടെയും വാല് നമ്മൾ മുക്കുന്നുണ്ട്. ഇതിന് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അതിന് പച്ചക്കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടെ തേച്ച് ചായച്ചിട്ടാണ് അതിൻ്റെ കുറഞ്ഞത്. എന്നാലും കുറച്ചുണ്ട്. ഇപ്പോൾ ഇത്രയും മരുന്ന് കലക്കിയതിനാലും നമ്മൾ 3 പശുക്കളുടെയും ദേഹത്ത് ഇത് വാല് നമ്മൾ ഇതിനകത്ത് മുക്കാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. അതായത് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ വീട്ടിൽ പശുക്കൾക്ക് ഇതേപോലെ പെയിൻ ഉണ്ടായിരിക്കാം, അതിന് മരുന്ന് അറിയാതിരിക്കാം. അന്നേരം ഞാൻ പറഞ്ഞ ഈ മരുന്ന് നിങ്ങൾക്ക് അടുത്തുള്ള നമ്മുടെ ഡിസ്പെൻസറിയിൽ വെറ്റിനറി ഡിസ്പെൻസറി കിട്ടും, അല്ലെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ കിട്ടും. നിങ്ങൾ ഡോക്ടർമാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഒരു ക്രാവാണ്, അതിൻ്റെ വാലിലും ഉണ്ട്. ഞാനത് പിടിച്ച് നോക്കിയപ്പം അതിൻ്റെ വാലിലും നല്ല ശരിക്ക് പെയിൻ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അന്നേരം അതിനെ നമുക്ക് മുക്കാം. അന്നേരം പെട്ടെന്ന് ചെന്ന് പശുവിൻ്റെ വാലിലൊക്കെ പിടിക്കുമ്പം അതിന് നിൽക്കാതിരിക്കും, അസ്വാഭാവികതയൊക്കെ കാണിക്കും. അന്നേരം നമ്മൾ അതിനെ ഒന്ന് തടകിയിട്ടൊക്കെ വേണം നമ്മളീ പോയി ഈ ക്രാക്കളെയൊക്കെ പിടിക്കുമ്പം മുക്കാൻ. ഇത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ശല്യം കാണിച്ചത്. ബാക്കി 2 പശുക്കളും കൂളായിട്ട് നിന്ന് തന്നു. പിന്നെ പോട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവളും അതിനു വേണ്ടി സമ്മതിച്ച്. അന്നേരം നമ്മൾ ഈ പെയിൻ പെരുകി കഴിഞ്ഞാൽ പശുക്കൾക്ക് വലിയ ദോഷമാണ്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളിപ്പം ഇവിടെ കണ്ണിലൊക്കെ ഉള്ള പെയിനുകളെല്ലാം എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൂളായിട്ട് നിന്ന് പുല്ലൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ